ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്. നമുക്കറിയാമല്ലേ, ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫിൽ ഇൻ്റർനെറ്റിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. ഒരു ലാസ്റ്റ് കുറച്ച് കാലഘട്ടങ്ങളിൽ ഫ്യൂ ഡീക്കേഡ്സിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ഹ്യൂമൻ ലൈഫ് തന്നെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ പറയാം. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡറും അതുപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവറും ഒരു ഗ്രേറ്റ് എൻ്റർടൈനറും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നതിനെയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മുൻ കാലഘട്ടങ്ങളിൽ സ്റ്റോർ ചെയ്യാൻ, പ്രോസസ്സ് ചെയ്യാൻ, അതുപോലെ തന്നെ റിപ്പോർട്ട് വേരിയസ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് റിപ്പോർട്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് ടുഡേ ക്യാൻ കീപ് ട്രാക്ക് ഓഫ് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സ്, അല്ലേ? ഒരുപാട് മില്യൺസ് ഓഫ് കസ്റ്റമേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് ഇ മാർക്കറ്റിംഗ്. ഇ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ത്രൂ ഇൻ്റർനെറ്റ്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ദ ഇൻ്റർനെറ്റ് ആൻഡ് റിലേറ്റഡ് ഡിജിറ്റൽ ടെക്നോളജീസ്. അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുകയാണ് റിലേറ്റഡ് ഡിജിറ്റൽ ടെക്നോളജീസ് എന്തിനു വേണ്ടിയിട്ട് അച്ചീവ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സപ്പോർട്ട് ദ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ മോഡേൺ മാർക്കറ്റിംഗ് കൺസെപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഇറ്റ് ക്രിയേറ്റ്സ് ദ എക്സ്ചേഞ്ചസ് ബൈ ലിങ്കിങ് ദ കൺസ്യൂമേഴ്സ് വിത്ത് സെല്ലേഴ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ് ഇലക്ട്രോണിക്കലി. ഇൻട്രാക്റ്റീവ് കമ്പ്യൂട്ടർ സിസ്റ്റം വഴി കൺസ്യൂമേഴ്സിനെയും സെല്ലേഴ്സിനെയും ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓൺലൈൻ മാർക്കറ്റിങ്ങിന് ഉള്ളത്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് റിലേറ്റഡ് ഡിജിറ്റൽ ടെക്നോളജീസ് ടു ഒബ്റ്റെയിൻ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അതിന് വേറെ പറയുന്ന പേരാണ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ഓർ വെബ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. നമുക്കറിയാം, മോർ ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സിന് ഒരുപാട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ചോയ്സുകൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ലാർജ് കസ്റ്റമർ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന് അതിൻ്റെ പ്രൈസുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലേ, നമ്മൾ രണ്ട് സൈറ്റൊക്കെ എടുത്തിട്ട് പ്രൈസുകൾ നമ്മൾ കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ പല സാധനങ്ങളും നമ്മൾ വാങ്ങുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഷോർട്ട് മതി, ഒരുപാട് ചാനൽസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുപോലത്തെ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ മാർക്കറ്റർ ആൻഡ് ദ കസ്റ്റമർ, ഇതൊക്കെ നമുക്ക് എഴുതാം. കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ലോ കമ്പയർ ടു ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനെ നോക്കുമ്പോൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ കോസ്റ്റൊക്കെ വളരെ കുറവാണ്. ഇറ്റ് അലോസ് കസ്റ്റമേഴ്സ് ടു ഷോപ്പ് ഓൺലൈൻ അറ്റ് ദർ കൺവീനിയൻസ് ഫ്രം ദ ഹോം ഓർ വർക്ക് പ്ലേസ്. നമ്മൾ ഇരിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്താനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയാണ് ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇവിടെ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഏതൊരു കാര്യത്തിനും അഡ്വാൻറ്റേജസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്തും പഠിക്കാനുണ്ടാവും, ഡിസഡ്വാൻറ്റേജസും പഠിക്കാനുണ്ടാവും. അതായത് ഇതിൻ്റെ കേസിൽ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകളുണ്ടെങ്കിൽ നമുക്ക് എന്തിൽ പറ്റില്ല, ഓൺലൈൻ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നോ ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ്, ചിലത് നമ്മൾ തൊട്ട് നോക്കിയിട്ട് അതിൻ്റെ ഫീലൊക്കെ നോക്കിയിട്ട് വാങ്ങേണ്ട എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പ്രോപ്പർ ആവുകയും അതുപോലെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഫിനാൻഷ്യലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അത് ഈവൻ ദോ ഓൺലൈൻ മാർക്കറ്റിംഗ് ഈസ് ഗ്രോയിങ് ഡസ് നോട്ട് കവർ എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് പോപ്പുലേഷൻ. എന്തൊക്കെയായാലും ഓൺലൈൻ മാർക്കറ്റിംഗ് നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് അത്രയും വൈഡായിട്ട് തന്നെ പോകുന്നുണ്ട്. സർവീസ് ബാക്കപ്പ് ഈസ് മേജർ പ്രോബ്ലം ഇൻ ഓൺലൈൻ മാർക്കറ്റിംഗ്.
വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സർവീസാണ് അല്ലേ. ആഫ്റ്റർ സെയിൽ സർവീസുകൾ കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ദ റിട്ടേൺ പ്രൊഡക്ട്സ്. ഇപ്പോൾ ഏതെങ്കിലും കേസുകളിൽ അവർ റിട്ടേൺ ഈസി റിട്ടേൺ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാൻ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സസ്റ്റ് റിലേറ്റഡ് ടു ഗീവ് ദെയർ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. ഇന്ത്യയിലെ ഒരുവിധമുള്ള ആളുകളൊക്കെ അവരുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതുവഴി പല അത് ദൂരം അല്ലെങ്കിൽ എന്താ പറയുക മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. എങ്ങനെയൊക്കെ ആയിരുന്നാലും ഓൺലൈൻ മാർക്കറ്റിംഗ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് തന്നെ വന്നിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ പോയാണ് അത് എനിക്ക് തോന്നുന്നു അത് കൂടുതലായിട്ട് ട്രമൻഡസ് ആയിട്ട് അതിനൊരു ചേഞ്ച് സംഭവിച്ചുള്ളത്. അപ്പോൾ എന്താണ് ഓൺലൈൻ മാർക്കറ്റിംഗ്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് നിന്നും ഒരു സ്ഥലത്തേക്ക് പ്രൊഡക്റ്റുകൾ കൊണ്ടുപോവുക അല്ലേ. അപ്പോൾ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് മിലിറ്ററി സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് branch of military science and it is the process of getting products and services where they are required and whenever they are desired. അല്ലേ, എവിടെ നിന്നാണോ നമുക്ക് കിട്ടുന്നത് അത് എങ്ങോട്ടാണോ പോകേണ്ടത് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സർവീസാണ് ശരിക്കും എന്ത് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. നമുക്കൊരു നല്ലൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു കൗൺസിൽ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് കൺട്രോളിങ് the efficient cost-effective flow and storage of raw material in process inventory, finished goods and related information from point of origin to point of consumption for the purpose of conforming customer requirements. കസ്റ്റമർ എന്നാണ് കേട്ടോ, ഈ ആറാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുന്നത്? ഈ പ്രോസസ് ഓഫ് പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എന്ത് എഫിഷ്യൻറ്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ഫ്ലോ, എഫിഷ്യൻ്റായിട്ടും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഫ്ലോ എന്തിൻ്റെ സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽ, പ്രോസസ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻട്രി, ഫിനിഷ്ഡ് ഗുഡ്സുകൾ അല്ലേ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒറിജിനൽ പോയിന്റിൽ നിന്ന് കൺസെപ്ഷൻ പോയിന്റിലേക്ക് എത്തിക്കാനുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും ഒക്കെ നമുക്ക് എന്തിൽ വിടും? ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് എന്ന കൺസെപ്റ്റിൽ പെടുന്നുണ്ട്. അപ്പോൾ അതാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. ഒന്ന് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സും, രണ്ട് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്കും. ഇൻബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ സ്മൂത്ത് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ഇൻഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് അതർ ഇൻപുട്സ് ഫ്രം സപ്ലയേഴ്സ് ടു ദ പ്ലാന്റ്. സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്ലാന്റിലേക്ക് എത്തുന്ന ആക്ടിവിറ്റീസ് അത് സ്മൂത്തായിട്ടും കോസ്റ്റ് എഫക്റ്റീവായിട്ടും അത് റോ മെറ്റീരിയൽ സ്മൂത്തായിട്ട് എത്തുന്ന ആക്ടിവിറ്റീസിനെയാണ് നമുക്ക് എന്ത് പറയാം? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് കൺസേൺ വിത്ത് ദ ഫ്ലോ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഇൻഫർമേഷൻ ഫ്രം ദ ഫേം ടു ദ കസ്റ്റമർ. ഫേമിൻ്റെ അടുത്ത് നിന്നും ഫിനിഷ്ഡ് ഗുഡ്സുകൾ കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തുക. അതാണ് എന്ത് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള ലോജിസ്റ്റിക്സ് ആണ്. ഒന്ന് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സും, രണ്ട് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സും. ഒന്ന് സപ്ലയറുടെ കയ്യിൽ നിന്ന് പ്ലാന്റിലേക്ക് എത്തുക, രണ്ട് ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക ഫേമിൽ നിന്ന് കസ്റ്റമറുടെ കൈകളിലേക്ക് എത്തുക. അങ്ങനെ രണ്ട് രീതിയിലുള്ള ലോജിസ്റ്റിക്സ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ലോജിസ്റ്റിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ഹെൽപ്പ് മെയിൻറ്റെയിൻ ഇൻവെൻട്രി അറ്റ് ലോവസ്റ്റ് ലെവൽ ആസ് ടു അവോയ്ഡ് അൺനെസസറി ബ്ലോക്കിംഗ് അല്ലേ. അപ്പോൾ നമുക്ക് ലോവസ്റ്റ് ലെവലിൽ നമ്മളുടെ ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അൺനെസസറി ആവശ്യമില്ലാത്ത ബ്ലോക്കിംഗ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ടു റെഡ്യൂസ് ഫ്രൈറ്റ് ബൈ സെലക്ടിങ് ദ പ്രോപ്പർ മോഡ് ഓഫ് ട്രാൻസ്ഫർ അല്ലേ. എന്തെങ്കിലും ചാർജുകൾ, ഫ്രൈറ്റ് ചാർജുകൾ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അതുപോലെ റെയിൽ വേണോ, ഷിപ്പ് വേണോ, ബൈ റോഡ് വേണോ, പിന്നെ അതിൻ്റെ ഫ്രൈറ്റ് കൺസോൾട്ടേഷൻ, അതുപോലെ തന്നെ റൂട്ടീൻ പ്ലാനിങ്, ലോങ് ഡിസ്റ്റൻസ് ഷിപ്മെൻറ്റ്, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ടു എൻഷുർ ഡെലിവറി ഓഫ് മെറ്റീരിയൽസ് ഓർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഓൺ ടൈം ബൈ പ്രോപ്പർ പ്ലാനിങ് ഓഫ് മോഡ്സ്. നമ്മൾ ഇപ്പോൾ റോഡ് വഴി കൊണ്ടുപോകണോ അല്ലെങ്കിൽ റെയിൽ വഴി കൊണ്ടുപോകണോ അല്ലെങ്കിൽ ബൈ പ്ലെയിൻ വഴി കൊണ്ടുപോകണോ എന്നുള്ളതൊക്കെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുമ്പോൾ നമുക്ക് ഡെലിവറി ഫിനിഷ്ഡ് ഗുഡ്സ് പ്രോപ്പറായിട്ട് നമുക്ക് ഏത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ പോകണം നോക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഈസി ആയിട്ട് സാധനങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ പറ്റും.
ഓക്കെ, ഡാമേജ് പ്രൊഡക്റ്റ് ലോജിസ്റ്റിക്കൽ പാക്കേജിങ്ങിലൂടെയും മെക്കാനൈസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിലൂടെയും ഒക്കെ നമുക്ക് ഇതിൻ്റെ പാക്കിങ് വളരെ പെർഫെക്റ്റാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ സർവീസ് ടു ദ കസ്റ്റമേഴ്സ് ഷോർട്ട് ടൈമിൽ തന്നെ കസ്റ്റമേഴ്സിന് നമുക്ക് പല രീതിയിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ലോജിസ്റ്റിക്സ് എന്ന കൺസെപ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഓൺലൈൻ മാർക്കറ്റിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് ലോജിസ്റ്റിക്സ്. ഈ ഇത്തരത്തിൽ വരുന്ന ലോജിസ്റ്റിക്സിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അതാണ് മാനേജ്മെൻറ്റ് ഓഫ് ലോജിസ്റ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദ ആർട്ട് ഓഫ് മാനേജിങ് ഓർ സൂപ്പർവൈസിങ് ഓൾ ദീസ് ആക്ടിവിറ്റീസ് വെൻ ഗ്രൂപ്പ്ഡ് ടുഗദർ ആസ് എ കളക്റ്റീവ് യൂണിറ്റ് ആർ നോൺ ആസ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. അതായത് ദ ആർട്ട് ഓഫ് മാനേജിങ് ഓർ സൂപ്പർവൈസിങ്, മാനേജ് ചെയ്യുക അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുക ഓൾ ദീസ് ആക്ടിവിറ്റീസ്, ഈ രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ മാനേജ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. വെൻ ഗ്രൂപ്പ്ഡ് ടുഗദർ, അതിനെ നമ്മൾ എന്താക്കി മാറ്റുക, ഒരുമിച്ച് കൊണ്ടുവരിക. ആസ് എ കളക്റ്റീവ് യൂണിറ്റ്, ഒരു കളക്റ്റീവ് യൂണിറ്റായിട്ട് ആ ഒരു മാനേജിങ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരിക, സൂപ്പർവൈസ് ചെയ്യാം. എല്ലാ ആക്ടിവിറ്റീസും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനെയാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്രിയേറ്റുള്ള അല്ലാതെ ഈ എല്ലാ ലോജിസ്റ്റിക്കിനെയും മാനേജ്മെൻറ്റ് ഓഫ് ലോജിസ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ലോജിസ്റ്റിക്സിനൊക്കെ കൂടി നമ്മളൊരു കുടക്കീഴിൽ കൊണ്ടുവരിക. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓഫ് ലോജിസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ലോജിസ്റ്റിക്കിൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ അടങ്ങിയിട്ടുള്ള കീ ആക്ടിവിറ്റീസ്, പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, നെറ്റ്വർക്ക് ഡിസൈൻ. നെറ്റ്വർക്ക് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രൈം റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് ഏത് രീതിയിലുള്ള നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യണം, ലൊക്കേഷൻ, അതുപോലെ മാനുഫാക്ചറിങ് പ്ലാന്റ്, വെയർ ഹൗസ്, മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ്സ്, അതൊക്കെ നമുക്ക് എത്രത്തോളം എഫിഷ്യൻ്റായിട്ടും ഡിപ്പെൻഡബിളായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യലാണ് ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഓർഡർ പ്രോസസ്സിങ് അല്ലേ. നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ആകുമ്പോൾ രണ്ടാമത് വരുന്നത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ വരുന്നത് ഓർഡർ പ്രോസസ്സിംഗ് ആണ്. ഓർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതിന് ആക്ടിവിറ്റീസ് ഓഫ് ഫോർ റിസീവിങ്, ഹാൻഡ്ലിങ്, അല്ലെങ്കിൽ അതുപോലെ ഫില്ലിങ്, റെക്കോർഡിങ് ഓർഡേഴ്സ്, അതുപോലെ തന്നെ ഓർഡർ പ്രോസസ്സിങ് ആക്യുറേറ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, അതുപോലെ ഫാസ്റ്റ് ആയിരിക്കണം. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഓർഡറുകൾ നമ്മൾ കളക്ട് ചെയ്യുക. ദെൻ തേർഡ് വൺ, പ്രൊക്യൂർമെൻറ്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് ടേമുകളൊക്കെ. പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത് ഒബ്റ്റൈനിങ് മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡ് സപ്ലൈ സോഴ്സിങ്, നെഗോസിയേഷൻ, ഓർഡർ പ്ലേസ്മെൻറ്റ്, ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ, റിസീവിങ്, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിങ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടൈംലി സപ്ലൈസ് ഓഫ് ക്വാളിറ്റേറ്റീവ് മെറ്റീരിയൽസ് അറ്റ് ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. പ്രൊക്യൂർമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽസ് നമ്മൾ ഔട്ട്സൈഡ് സപ്ലൈസിൻ്റെ കൈകളിൽ നിന്നാണ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്വാളിറ്റേറ്റീവ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ നമ്മൾ വാങ്ങിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും, ഓർഡർ കൊടുക്കുക, ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുക, എന്തെങ്കിലും നെഗോസിയേഷൻ ഉണ്ടെങ്കിൽ അത്, അതുപോലത്തെ ഔട്ട് സോഴ്സിങ് അല്ലെങ്കിൽ സപ്ലൈ സോഴ്സിങ് ക്രിയേറ്റ് ചെയ്യുക, അതെല്ലാം എന്തിൽ വരുന്നുണ്ട്, പ്രൊക്യൂർമെൻറ്റ് എന്ന ആക്ടിവിറ്റിയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ കീ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്. എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ റോ മെറ്റീരിയൽ ആവാം, ചിലപ്പോൾ പാർട്സുകളായിരിക്കും, ചിലപ്പോൾ സെമി ഫിനിഷ്ഡ് ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. ഇതൊക്കെ നമ്മൾ നമ്മുടെ പ്ലാന്റിലേക്ക് വെയർ ഹൗസിൽ നിന്ന് പല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ വഴി നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇനി ഈ മാനേജ്മെൻറ്റ് ഈ റോ മെറ്റീരിയലോ പാർട്ടോ ഫിനിഷ്ഡോ സെമി ഫിനിഷ്ഡോ ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ലോസ് കുറച്ചിട്ട്, ബ്രേക്കേജ് സ്പോയിലേജ് ഒക്കെ കുറച്ചിട്ട് ഹാൻഡ്ലിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് എല്ലാ മെറ്റീരിയൽസും ഹാൻഡിൽ ചെയ്യുക. അത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. ദെൻ ഫിഫ്ത്ത് പറഞ്ഞു ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇസ് ടു മിനിമൈസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക്ഡ് ഇൻ ഇൻവെൻട്രീസ്. ഇൻവെൻട്രിയിൽ ബ്ലോക്ക് ചെയ്തിടുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ടിന് നമ്മളൊരു നിശ്ചിത തുക
ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഫ്ലോ മെറ്റീരിയലും വേണം താനും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇൻവെൻട്രി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. അതിന് പല രീതിയിൽ ഇൻവെൻട്രീസിൽ റോ മെറ്റീരിയൽ വരാം, പാർട്സ് വരാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, ഫിനിഷ്ഡ് ഗുഡ്സ് വരാം. ഈ 4 രീതിയിലുള്ള ഡാറ്റാസുകളും ഇൻവെൻട്രിയിൽ വരാം. അപ്പോൾ ഇത്തരത്തിൽ ഇൻവെൻട്രിയിൽ വരുമ്പോൾ ഈ എല്ലാ ആക്ടിവിറ്റീസിനും നമ്മൾ ബാലൻസ് ചെയ്തിട്ട് അത് നമ്മൾ കോസ്റ്റ് അസോസിയേറ്റഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുക. സ്റ്റോറേജിന് സ്പേസ് കൊടുക്കുക, ഇൻഷുറൻസ് കോസ്റ്റ് കൊടുക്കുക, റിസ്ക് ഡാമേജ് സ്പോയിലേജ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെ എന്തിൽ വരുന്നതാണ്? ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 6th വൺ, ദാറ്റ് ഈസ് പാക്കേജിങ് ആൻഡ് ലേബലിംഗ്. അപ്പോൾ പാക്കേജിങ് ആൻഡ് ലേബലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് പാക്കേജിങ് തന്നെയാണ്. പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പർട്ടിക്കുലർ ഡാറ്റനെ അല്ലെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പാക്കറ്റിലാക്കിയിട്ട് അല്ലെങ്കിൽ കണ്ടെയ്നറാക്കിയിട്ട് കൺവീനിയൻറ്റ് ഹാൻഡ്ലിങ്ങിന് ക്രിയേറ്റ് ചെയ്യുക. കൺവീനിയൻറ്റ് ഹാൻഡ്ലിങ്ങിന് പ്രോപ്പറായിട്ട് വെക്കുക. അവിടെ നമ്മൾ ബോത്ത് സെല്ലർ, സ്പെഷ്യലി ദ ബയർ, പാക്കേജ് ഫെസിലിറ്റേറ്റ് ദ സെയിൽ ഓഫ് പ്രൊഡക്റ്റിൻ്റെ സെയിലിനാണ് പാക്കേജിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഒരു സൈലൻറ്റ് സെയിൽസ്മാൻ ആണ് ആരെയും പാക്കേജിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ലാബലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ് ഓഫ് പാക്കിംഗ്, എക്സ്പയറി, വെയിറ്റ്, സൈസ്, ഇൻഗ്രീഡിയൻസ്, പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചറിൻ്റെ ഡീറ്റെയിലുകൾ, ഹാൻഡ്ലിങ്സ്, എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഓർ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. അതായത് ടൈം യൂട്ടിലിറ്റിയും പ്ലേസ് യൂട്ടിലിറ്റിയും ഒക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണം. അതായത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ കൈകളിലേക്ക് എത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് വെയർ ഹൗസ് എത്ര വേണം, ലൊക്കേഷൻ എവിടെ വേണം, അതുപോലെ തന്നെ നമുക്കത് എങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, അതൊക്കെ നമ്മൾ എന്തിൽ നോക്കണം? വെയർ ഹൗസിങ്ങിൽ നോക്കണം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലേസ് യൂട്ടിലിറ്റി, അല്ലേ? നമ്മൾ എങ്ങനെ സാധനങ്ങൾ മൂവ് ചെയ്യുക. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സപ്ലയറുടെ കയ്യിൽ നിന്ന് മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക്, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ പ്ലാന്റിലേക്ക്, അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് ഫൈനൽ കസ്റ്റമറിലേക്ക്, ഇങ്ങനെ പല രീതിയിൽ നമ്മളുടെ ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റുകൾ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അത് പല രീതിയിൽ, റെയിൽവേ വരാം, റോഡ് വേസ് വരാം, എയർവേസ് വരാം, വാട്ടർ വേസ് വരാം, പൈപ്പ് ലൈൻസ് വരാം, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഏത് രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ വേണം എന്നുള്ള ആക്ടിവിറ്റിയൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. അതുപോലെ തന്നെ സ്പീഡ്, അല്ലേ? സ്പീഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, കോസ്റ്റ് ഇൻവോൾവ്, എത്രത്തോളം കോസ്റ്റ് അതിൽ വരുന്നുണ്ട്, സേഫ്റ്റി, റിലയബിലിറ്റി, അതുപോലെ നമ്പർ ഓഫ് ലൊക്കേഷൻസ് സെർവ്ഡ്, അതൊക്കെ നമ്മൾ എന്തിൽ വരുന്നുണ്ട്? ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന ആസ്പെക്ട്സിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കീ ആക്ടിവിറ്റീസ്, അതായത് ഒരു ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാനേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവർ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, നെറ്റ്വർക്ക് ഡിസൈൻ. സെക്കൻഡ്, ഓർഡർ പ്രോസസ്സിംഗ്. തേർഡ് വൺ, പ്രൊക്യൂർമെൻറ്റ്. ഫോർത്ത് വൺ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഫിഫ്ത്ത് വൺ, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. സിക്സ്ത്ത്, പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്. സെവൻത്ത്, വെയർ ഹൗസിംഗ്. എയ്ത്ത്, ട്രാൻസ്പോർട്ടേഷൻ. ഇനി എന്തൊക്കെയാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്? ദ ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമ്മൾ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് കൊണ്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ടൈം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. എഫിഷ്യൻറ്റ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം യൂട്ടിലിറ്റിയും പ്ലേസ് യൂട്ടിലിറ്റിയും. കറക്റ്റ് ടൈമിന് വെയർ ഹൗസ് സ്റ്റോർ ചെയ്ത് വെക്കുക, അത് എവിടെ സ്റ്റോർ ചെയ്യണം എന്നുള്ള പ്ലേസ് യൂട്ടിലിറ്റി, അത് രണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, തേർഡ് വൺ, കോമ്പറ്റിറ്റീവ് എഡ്ജ്. എന്താണ് ഈ കോമ്പറ്റിറ്റീവ് എഡ്ജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മെയിൻറ്റെയിൻ ആൻഡ് ഷാർപ്പൺ ദ കോമ്പറ്റിറ്റീവ് എഡ്ജ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിലൂടെ നമുക്ക് ആ മത്സര സ്വഭാവം വളരെ ഷാർപ്പായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബെറ്റർ കസ്റ്റമർ സർവീസ് കിട്ടുന്ന ചില സാധനങ്ങൾ, അതായത് അവർ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവർക്ക് റാപ്പിഡായിട്ടുള്ള ഡെലിവറി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. എററുകൾ, ഓർഡർ പ്രോസസ്സിലുണ്ടാകുന്ന എററുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ഒരു കോമ്പറ്റീറ്റീവ്നെസ് മാക്സിമം നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം.
ഒരു എഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ് സൗണ്ട് ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ്. അതായത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈസിനായിട്ടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനായിട്ടോ അല്ലെങ്കിൽ ഓണേഴ്സിനായിട്ടൊക്കെ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പല എൻക്വയറികൾക്കും റെസ്പോൺസിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വരുന്നു സൗണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. സൗണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലോജിസ്റ്റിക്കിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. സൗണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, പല രീതിയിലുള്ള മാനേജ്മെൻ്റ് ഉണ്ട്. അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാലാണ് നമുക്കൊരു സൗണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഈ ലോജിസ്റ്റിക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് കസ്റ്റമേഴ്സിനെ റൈറ്റ് പ്രൊഡക്റ്റ് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ടൈം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി, കോമ്പറ്റീറ്റീവ് എഡ്ജ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സൗണ്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഇനിയൊരു ചെറിയ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ഒരു ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, SCM. അതും ലോജിസ്റ്റിക് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിക്ചർ നോക്കുക, അതിൽ പറയുന്നുണ്ട് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റിംഗ് ദ മൂവ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗുഡ്സ് ഇൻ ആൻഡ് ഔട്ട്. ഗുഡ്സുകളുടെ പോക്ക് വരവിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, മൂവ്മെൻറ്റിന് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആക്ടിവിറ്റീസ്, മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുക. ഇനി ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. സപ്ലൈ ചെയിൻ്റെയോ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് ലോജിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരുപാട് മുന്നേ തന്നെ ഞാൻ പറഞ്ഞില്ല, മിലിറ്ററി സർവീസ് എന്നാണ് ഈ ഒരു ടേം വന്നിട്ടുള്ളത്. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ കൺസെപ്റ്റാണ്. ഇനി ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ നമ്പർ ഓഫ് ഓർഗനൈസേഷൻ സിംഗിൾ ആയിരിക്കും, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ നമ്പർ ഓഫ് ഓർഗനൈസേഷൻ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി റിലേഷൻഷിപ്പ് വിത്ത് അനദർ. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ്. സപ്ലൈ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ വേർഷൻ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ആണ്. ഇനി അത് ഫോക്കസ് ചെയ്യുന്ന എന്താണ്? ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോറേജ് ഓഫ് ഗുഡ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അതുപോലെ വരുന്ന വേറെ ഡിഫറൻസ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക്സും നമുക്കറിയാം. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ, പ്രൊട്ടക്ഷൻ, സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് പ്രോസസ്ഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ പ്രൊഡക്റ്റ് ലൈൻ, അല്ലേ? പക്ഷേ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ്സ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ മുന്നേ തന്നെ പ്ലാൻ ചെയ്യുക. ഫ്ലോ ആൻഡ് സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽ, അതിൻ്റെ ഫ്ലോയ്ക്കാണ് നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൺട്രോൾഡ് മാനറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്സിൽ വരുന്നത്. ഇനി ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാരോ കൺസെപ്റ്റ് ആണെങ്കിൽ ലോജിസ്റ്റിക്സ് ഒരു ലാർജർ കൺസെപ്റ്റാണ് അല്ലെങ്കിൽ ലാർജർ സ്കോപ്പാണ്. ഇനി ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൺസേൺ ചെയ്യുന്നത് ക്രിയേഷൻ ഓഫ് ടൈം ആൻഡ് പ്ലേസ്. ഒരു പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ള ടൈമും പ്ലേസുമാണ് ഇവിടെ കൂടുതൽ കൺസേൺ ചെയ്യുന്നത്. ഇവിടെ ടൈം, പ്ലേസ്, ഫോം ഓഫ് പൊസഷൻ, യൂട്ടിലിറ്റീസ്. ഇനി ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത് ഡീൽസ് വിത്ത് ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റീസ് ഓൺലി. ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റീസ് മാത്രമാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് ബോത്ത് ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റീസ്. ഇൻബൗണ്ട് ആയിട്ടുള്ള അതുപോലെ തന്നെ ഔട്ട് ബൗണ്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസേയും കൂടി അത് ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഓൺലൈൻ മാർക്കറ്റിംഗ്, എന്താണ് ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ ലോജിസ്റ്റിക് എന്താ, ഇൻബൗണ്ട് ലോജിസ്റ്റിക്, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്, പിന്നെ ഇതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ്, പിന്നെ കീ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അല്ലേ? അതുപോലെ പിന്നെ വരുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക്കും സപ്ലൈ ചെയിനും ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ലോജിസ്റ്റിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു 5th ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ ആണ് നമ്മളിന്ന്
ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. എല്ലാവരും നോട്ട് ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്യുക, വീഡിയോ കേൾക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.